(2023-24) അധ്യയന വർഷത്തിലെ ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സാമാന്യ നിർദ്ദേശ് പൊതുവായ നിർദ്ദേശങ്ങൾ 15 मिनट का कॉल ऑफ टाइम प्रश्न पत्र वाचन के लिए है. 15 मिनറ്റ് നിങ്ങൾക്ക് ചോദ്യപേപ്പർ വായിക്കാൻ സമയമുണ്ടാവും. ഗതിവിധി ഏക ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ. ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. 2 से 4 तक की गतिविधियों में किन्हीं 4 के उत्तर लिखे. അതായത് 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഗതിവിധി ഏക് ഒന്നാമത്തെ പ്രവർത്തനം സൂചന. ഗണ്ട് പഠേം അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. ഗണ്ണിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. എന്നൊന്ന് വായിക്കുക. एक तालाब के किनारे एक पीपल का पेड़ था. ഒരു കുളത്തിൻ്റെ തീരത്ത് ഒരു ആൽമരം ഉണ്ടായിരുന്നു. ഉസ് പേട് പർ ബഹുത് സാരെ ബന്ദർ രഹത്തെ थे. ആ മരത്തിൽ കുറേ അധികം കുരങ്ങന്മാർ താമസിച്ചിരുന്നു. ഏക് രാത് ആസ്മാൻ മേൻ ചാന്ദ് നിക്കലാ ഹുവാ था. ഒരു രാത്രി ആകാശത്ത് ചന്ദ്രൻ ഉണ്ടായിരുന്നു. ഉസ്കി ഛായ പാനിമേ ചമക് രഹി തി. ചന്ദ്രൻ്റെ പ്രതിബിംബം വെള്ളത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏക് ബന്ദറിനെ കഹ ചാന്ദ് പാനിമേ ഗിർ ഗയാ ഹെ. ഇത് കണ്ടൊരു കുരങ്ങൻ പറഞ്ഞ് ചന്ദ്രൻ വെള്ളത്തിൽ വീണ് പോയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താലാബ് കെ കിനാരെ कौन सा पेड़ था. आम का पेड़, पीपल का पेड़, कटहल का पेड़, ताड़ का पेड़. അപ്പോൾ അതിന് ഉത്തരം നിങ്ങളെ മുകളിലെ പാരഗ്രാഫ് ഒന്നും കൂടെ വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റായി കിട്ടും. താലാബ് കെ കിനാരെ ഏക് പീപ്പൽ കാ പേട് താ. അപ്പോൾ ഉത്തരം അതായത് രണ്ടാമത്തെ ചോയ്സ് പീപ്പൽ കാ പേട്. അത് ആ ഉത്തരം എടുത്ത് എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേട് പർ കോൻ രഹത്താത്ത. മരത്തിൻ്റെ മുകളിൽ ആരായിരുന്നു താമസിച്ചത്. അതും നിങ്ങൾ മുകളിലെ പാരഗ്രാഫ് നോക്കിയാൽ അതിൽ ഉത്തരം കിട്ടും. ഉത്തരം ഏതാണ്? ബന്ദർ. അതായത് ആദ്യത്തെ ചോയ്സ് ഒന്നാമത്തെ ചോയ്സ് തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചാന്ദ് കഹാൻ നിക്കലാ ഹുവാ താ. ചന്ദ്രൻ എവിടെയായിരുന്നു ഉദിച്ചത്. താലാബ് കെ കിനാരെ, ആസ്മാൻ മേം, ധർത്തി പർ, പീപ്പൽ കെ പേട് പർ. അത് ഉത്തരം നിങ്ങൾ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ കറക്റ്റായി കിട്ടും. അവിടെ പറയുന്നുണ്ട് ആസ്മാൻ മേ ചാന്ദ് നിക്കലാ ഹുവാ താ. അപ്പോൾ രണ്ടാമത്തെ ചോയ്സ് ആസ്മാൻ മേം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കിസ്കി ഛായ പാനി മേം ചമക് രഹി തി. ഏതിൻ്റെ പ്രതിബിംബമാണ് വെള്ളത്തിൽ തിളങ്ങിയത്. ഉത്തരം അത് നിങ്ങൾ പാരഗ്രാഫ് വായിച്ചു നോക്കുക. അതിലുണ്ട് ഒന്നാമത്തെ പേടിക്കുക അല്ല, ബന്ദർക്കി അല്ല, ചാന്ദിക്കി. അതാണ് ഉത്തരം, ചാന്ദിക്കി ഛായ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബന്ദറിനെ ക്യാ കഹ. കുരങ്ങൻ എന്താ പറഞ്ഞത്? സൂരജ് പാനി മേം ഗിർ ഗയാ ഹെ, ബന്ദർ പാനി മേം ഗിർ ഗയാ ഹെ, പീപ്പൽ പാനി മേം ഗിർ ഗയാ ഹെ, ചാന്ദ് പാനി മേം ഗിർ ഗയാ ഹെ. ഉത്തരം ഏതാണ്? നാലാമത്തെ. അതും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ മുകളിലെ പാരഗ്രാഫിൽ ആ ഉത്തരമുണ്ട്, ചാന്ദ് പാനി മേം ഗിർ ഗയാ ഹെ. അത് എഴുതിയാൽ മതി. അപ്പോൾ ഈ 5 പ്രവർത്തനം ചെയ്തതിന് 5 സ്കോർ കിട്ടും. ഞാൻ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. ഈ രണ്ടാമത്തെ പ്രവർത്തനം കവിതാംശ് പഠേ അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്.
എന്താണ് കവിത? ദേശ് ഹമാര ദേശ് ഹമാര ചംകെ ജൈസെ ജഗമഗ് താര ദേശ് ഹമാര ദേശ് ഹമാര സത്യ അഹിംസ കാ രഖ്വാര ദേശ് ഹമാര ദേശ് ഹമാര ബലിദാനോं ने उसे संवारा ദേശ് ഹമാര ദേശ് ഹമാര അമേഹ് അപ്പനി ജാൻ സെ പ്യാര. ഇത് നമ്മൾ പഠിച്ച കവിത തന്നെയാണ്. ഇനി അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കവിതാംശിസെ കോയി ഏക് ദുഃഖാന്ത് ശബ്ദ് ചുൻകർ ലിഖേംഗ്. കവിതയിൽ നിന്ന് ഏതെങ്കിലും ഒരു ദുഃഖാന്ത് ശബ്ദ് എന്ന് പറഞ്ഞാൽ റൈമിംഗ് വേർഡ്സ് ഏതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ജൈസെ താര പ്യാര. നമ്മുടെ പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. താര പ്യാര നോക്കുക. ആ ര എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്, ആ എന്നുള്ള സ്വരാക്ഷരത്തിൽ. അതേപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഹമാര രഖ്വാര, ഹമാര സംവാര, ഹമാര പ്യാര. നിങ്ങളോട് ഏതെങ്കിലും ഒന്നാണ് എഴുതാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതാം. പിന്നെ സഹി മിലാൻ കരെ, ശരിയായത് യോജിപ്പിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇടത് ഭാഗത്ത് സത്യ അഹിംസാക്ക കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നത് നമുക്ക് കവിതയിൽ നോക്കിയിട്ട് കവിതയിൽ തുടർന്ന് വരുന്ന പിന്നെ വാക്ക് ഏതാണെന്നുള്ളത് കണ്ടെത്താം. സത്യ അഹിംസാക്ക രഖ്വാര, ബലിദാനോന്നെ ഉസേ സംവാര എന്നുണ്ട്. അപ്പം ബലിദാനോന്നെ സംവാര. പിന്നെ ജഗമഗ് താര, ജാൻസെ പ്യാര ദേശ്. ഇനി ഗതിവിധി 3. सूचना, बादलदानी कविता की पंक्तियाँ पढ़ें और प्रश्नों के उत्तर लिखें. ബാദൽദാനി എന്ന കവിതയിൽ വരികൾ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. सागर से बरबर जल लाते गाँव गाँव में रस बरसाते सब जीवों की प्यास बुझाते धरती हो जाती है दानी बादल दानी बादल दानी. നമ്മൾ പഠിച്ച കവിത തന്നെയാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കവിതാംശമേം പാനി കാ സമാൻ അർത്ഥ വാല ശബ്ദ് കോൺ സാ ഹേ. കവിതയിൽ വെള്ളത്തിൻ്റെ അതേ അർത്ഥം വരുന്ന, വെള്ളം പാനി എന്ന പനിയുടെ അർത്ഥം വെള്ളം എന്നാണ്. അപ്പോൾ അതേ ആ വെള്ളം എന്ന അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഏതാണ് പറയുന്നത്. ഏതാണ് വാക്ക്? ജൽ. ഇവിടെ വരികളിലുണ്ട്. സാഗർ സെ ബർബർ ജൽ ലാത്തെ. ജൽ എന്ന് പറഞ്ഞാലും ജലം, പാനി പറഞ്ഞാലും ജലം. പിന്നെ അടുത്തത് പാനി അമൂല്യ ഹേ സന്ദേശ് ദേത്തെ ഹോയെ പോസ്റ്റർ തയ്യാർ കരേ. വെള്ളം അമൂല്യമാണ് എന്ന സന്ദേശം തരുന്ന ഒരു പോസ്റ്റർ ഏതാനാണെന്ന് പറയുന്നത്. പോസ്റ്റർ ശ്രദ്ധിക്കൂ. പാനി അമൂല്യ ഹേ ഉസേ ദുരുപയോഗ് മത് കരോ. പാനി അമൂല്യമാണ്, അത് ദുരുപയോഗം ചെയ്യരുത്. അങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ട് നിങ്ങൾ പിന്നെ എഴുതിയാൽ മതി. അപ്പോൾ ചിത്രത്തിന് പ്രാധാന്യം ഇല്ല, പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ. അടുത്തത് ഗതിവിധി 4. सूचना, चित्रकथा देखें और वाक्यों को क्रमबद्ध करके लिखें. താഴെ ചിത്രകഥ നോക്കുക. ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്രമം തെറ്റിച്ചിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിലുള്ള കാര്യം എന്താ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. 2, 3, 4, 5. അതിന് അനുയോജ്യമായ വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ താഴെ കൊടുത്ത വാക്യങ്ങൾ ഏതൊക്കെയാണ് നോക്കുക. സബ്നെ മിൽക്കർ ബാദൽ കോ ബജായ. എല്ലാവരും ചേർന്നിട്ട് മേഘത്തിനെ രക്ഷപ്പെടുത്തി. അത് 4ാമത്തെ ചിത്രമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് നിങ്ങൾ 4 നമ്പർ ഇട്ട് വെക്കുക. അടുത്തത് സബ് ഖുശീസേ നാച്ചേ ലഗേ. എല്ലാവരും സന്തോഷത്തോടെ നിർത്തി ഞാൻ തുടങ്ങി. അപ്പോൾ അവിടെ ജസ്റ്റ് 5 നമ്പർ ഇട്ട് വെക്കുക. അടുത്ത് ബന്ദ്ര അവർ ബഗുല പ്യാസേ ബൈട്ടേത്തെ. അതിന് നേരെ 1ാമത്തെ ചിത്രം. അടുത്തത് ബില്ലി സേ പൂച്ച ബാദൽക്കോ ദേക്കാ ഹേ. പൂച്ചയോട് ചോദിച്ചു മേഘത്തിനെ കണ്ടിട്ടുണ്ടോ. അത് 2 നമ്പർ ഇട്ടേക്കുക.
നെക്സ്റ്റ് ബില്ലിനെ കഹ ബാദൽ ബോഡെ ബബുന്മേം ഫൻസാഹെ. പൂച്ച പറഞ്ഞു മേഘം വയസ്സൻ അക്കേഷ് മരത്തിലേക്ക് കുടുങ്ങിക്കിടക്കാണ്. അവിടെ 3 നമ്പർ ഇട്ടിക്കുക. ഇനി നിങ്ങൾ ക്രമത്തിൽ എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ബന്ദർ ഓർ ബബുല പ്യാസെ ബൈട്ടേത്തെ. 2 ബില്ലിസെ പൂച്ച ബാദൽ കോ ദേക്കാ ഹെ. 3 ബില്ലിനെ കഹ ബാദൽ ബൂഡെ ബബുൽ മേ ഫൻസാ ഹെ. 4 സബ്നെ മിൽക്കർ ബാദൽ കോ ബജായ. 5 സബ് ഖുശി സെ നാച്ചനെ ലഗെ. ഇനി അടുത്ത പ്രവർത്തനം ഗതിവിധി 5 സൂചന ചിത്ര ദേക്കെ അവർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ചിത്രം നോക്കുമെന്നൊരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഏതാണ് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചിത്രക്ക് കിസി ഏക്ക് ജാൻവർ കാ നാം ലിഖേ. ചിത്രത്തിൽ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ പേര് ഏതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം അല്ലേ. ബന്ദർ, അപ്പം ബന്ദർ എന്ന് എഴുതാം. ബന്ദർ കാണുന്നുണ്ട്, അപ്പം ബന്ദർ എന്ന് എഴുതാം. ചിത്രക്ക് ആധാർ പർ വിവരൺ തയ്യാർ കരേ. ചിത്രത്തിനെ ആസ്പദമാക്കി വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. നോക്കുക, ആദ്യം നമുക്ക് മലയാളത്തിലെ വിവരണം ഓരോ വാക്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ആ മലയാളത്തിലുള്ള ആ വാക്യങ്ങൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് ആകാശത്ത് മേഘങ്ങളുണ്ട്. ആ മേഘങ്ങളിൽ നിന്ന് മഴയായിട്ട് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മൃഗങ്ങളെല്ലാം സന്തോഷത്തോടെ നൃത്തം ചെയ്യാണ്. പ്രകൃതിയിലെ എല്ലാ സ്ഥലത്തും, അതായത് ഭൂമി എല്ലാ സ്ഥലത്തും പച്ചപ്പ് കാണുന്നുണ്ട്. പിന്നെ കൃഷിക്കാരൻ സന്തോഷത്തോടെ വയലിൽ ജോലി ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓരോ വാക്യമായിട്ട് പറയാം. അപ്പോൾ ആദ്യത്തെ ആകാശത്ത് മേഘങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത്. ആസ്മാൻ മേ ബാദൽ കോ ദേഖ്താ ഹെ. പിന്നെ മേഘത്തിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുകയാണ്. ബാദൽ സെ വർഷ ഹോക്കർ ധർത്തി പർ പാനി ആത്താ ഹെ. മഴയായിട്ട് ഭൂമിയിലേക്ക് വെള്ളം വരികയാണ്. അതുകൊണ്ട് മൃഗങ്ങളൊക്കെ സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നുള്ളതാണ് അടുത്തത്. ഇസ്ലിയെ സബ് ജാൻവരോം ഖുശി സെ നാച്ചത്തെ ഹെ. അപ്പോൾ 3 വാക്യമായി. ഇനി ഒരു വാക്യവും പ്രകൃതിയിൽ പച്ചപ്പ്, എല്ലാ സ്ഥലത്തും പച്ചപ്പ് വരയ്ക്കുകയാണ്. അല്ല, പ്രകൃതിയിൽ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും പച്ചപ്പ് വരയ്ക്കുകയാണ്. അത് വാക്യമാക്കാണ്. ധർത്തി പർ സബ് ജഗ ഹരിയാലി ഫൈലാത്താ ഹെ. ചെയ്താ. പിന്നീട് കൃഷിക്കാരൻ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നതാണ്. കിസാൻ ഖുശി സെ ഖേത്ത് മേ കാം കർത്താ ഹെ. ഇത്രയും വാക്യങ്ങൾ മതി. അപ്പോൾ ഇത്ര ഏരിയയിൽ തന്നെ നമുക്ക് 5 മാർക്ക് മുഴുവൻ സ്കോറും വാങ്ങാം. അടുത്ത പ്രവർത്തനം 6ാമത്തെ പ്രവർത്തനം സൂചന വർഗ് പഹേലി ബുജായേ. പദപ്രശ്നം പൂർത്തീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ എഴുതിയത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ ഇത് നോക്കുക. 1, 2, 3 താഴോട്ടാക്കിയാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തേത് മച്ചലി, അത് ആ വട്ടത്തിലുണ്ട്. രണ്ടാമത്തത് ബാദൽ. 3 ഹിരൺ. 4, 5 വലത്തോട്ടാണ്. ദായി ഓർ എന്ന് പറഞ്ഞാൽ. 4ാമത്തെ ബന്ദർ. 5 ഗായ്. ഇത്രയും ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു.